എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. കുറച്ച് നാളുകളായി അല്ലേ, കുറച്ച് കഷ്ടപ്പാടൊക്കെ അല്ലായിരുന്നോ? അതൊക്കെ ഒന്ന് മാറി നല്ല സുഖമാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അല്ലേ. പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ നല്ല സമയമാണ് കടന്നു വരുന്നത്. തൊഴിൽ ഒക്കെ പുരോഗതി പ്രാപിക്കാനും, ജോലി കിട്ടാത്തവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും, അതുപോലെ സ്ഥലം മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും ഒക്കെ സാധ്യത ഏറെയുള്ള വർഷമാണിത്. അതുപോലെ കുറേ നാളുകളായിട്ട് നമുക്കൊരു ജോലിയിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഒരു പ്രൊമോഷനൊക്കെ തരപ്പെടുത്താവുന്നതല്ലോ കേട്ടോ. അപ്പോൾ പൊതുവെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ജോലിയുടെ കാര്യങ്ങളിലൊക്കെ ഒരു ഭദ്രതയുണ്ടല്ലേ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും നാളായിട്ട് അതിനെല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആണെങ്കിൽ ഇനിയൊന്ന് ശ്രമിച്ചാൽ ആ തടസ്സമൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതുപോലെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് വളരെ കാലമായി, വീട്ടുകാരെ കണ്ടിട്ട് കുറച്ചധികം നാളായി, കൂട്ടുകാരെ കണ്ടിട്ട് കുറച്ചധികം നാളായി എന്നൊക്കെ പറയുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നാട്ടിലൊക്കെ വരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ പൊതുവിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ജോലി കാര്യങ്ങൾക്കൊക്കെ അല്ലേ. പിന്നെ എടുത്തുചാട്ടം കൊണ്ടൊക്കെ ആപത്ത് വലിച്ചു വെക്കാതെ ഒന്ന് നോക്കണം. ഓവറായിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പണിഷ്മെന്റ് ഒന്നും മേടിച്ചു വെക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിലൊക്കെ ചെറിയൊരു ഉഴപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്ത് കറക്റ്റായിട്ട് അവരെ ഒന്ന് ഫോക്കസ് ചെയ്യിച്ച് ജോലിയിൽ വിദ്യാഭ്യാസത്തിൽ ഒന്ന് ശ്രദ്ധിപ്പിച്ച് അവരെ ഒന്ന് പഠിക്കാൻ വേണ്ടി നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ 10 ഇരട്ടി വിജയസാധ്യത കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. ചില സമയങ്ങളിലുണ്ടല്ലോ, നമ്മൾ എത്ര അധ്വാനിച്ചാലും അതിൻ്റെ 10-1 പോലും നമുക്ക് നേടാൻ പറ്റാതെ വരിക. ഇത് പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉറപ്പായിട്ടും ശ്രമിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും. പല വഴിക്കുള്ള ധനാഗമ മാർഗങ്ങളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജോലിയിൽ നിന്നാവാം, കൃഷിയിൽ നിന്നാവാം, നാൽക്കാലികളിൽ നിന്നാവാം, ബിസിനസ്സിൽ നിന്നാവാം, അങ്ങനെ പല വഴിയിൽ നിന്നും നമുക്ക് വരുമാന സാധ്യതകളൊക്കെ അതായത് ഒന്നിലധികം വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവാനും നല്ല രീതിയിലേക്ക് ലൈഫിനെ എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കാൻ യോഗമുള്ള ഒരു വർഷമാണ്. അപ്പോൾ ബിസിനസ്സിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനും അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ്സിലെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് ഇടനികത്തി നമുക്കതിലൊരു പുരോഗതി നേടിയെടുത്ത് വരാൻ സാധിക്കുന്ന ഒരു ഇയറും കൂടിയാണ്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വൻ വിജയങ്ങൾ തന്നെ ഒരു ബ്രാൻഡിനും തന്നെ ഉള്ള ബ്രാൻഡ് ഉള്ള കമ്പനിയാണെങ്കിൽ അതിനൊന്നും കൂടി ഒരു വിപുലീകരിച്ച് അതൊന്ന് വ്യാപിപ്പിച്ചൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഇയറാണ് കേട്ടോ. പിന്നെ നമുക്ക് വീടും സ്ഥലവും ഒക്കെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നല്ല രീതിയിലുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ ക്രയവിക്രയ കാര്യങ്ങളിലൊക്കെ ചതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായ രേഖകളും ഡോക്യുമെൻറ്റും എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു കാര്യം കൂടി നമ്മളിതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും വാങ്ങുന്നതാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് അധിക ധനച്ചെലവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിത രീതി കൊണ്ട് തന്നെ പൊതുവിൽ നമ്മൾ പറയും ഈ രാശിക്കാർക്ക് നല്ല അടുക്കുണ്ട്, ചിട്ടയുണ്ട്, നല്ല ചിട്ടയായ ജീവിതമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവർക്ക് പലപ്പോഴും സ്വന്തം കാര്യങ്ങളിലൊന്നും വേണ്ടത്ര പ്രാധാന്യം ഇവർ കൊടുക്കാറില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക്, തൊഴിലിലും മറ്റു കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വന്തം കാര്യത്തിൽ അത്ര തന്നെ പ്രാധാന്യം ഇവർ കൊടുത്തു കാണാറില്ല. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അനാസ്ഥ മൂലം നമ്മൾ കൂടുതൽ ദുരിതങ്ങളൊന്നും വലിച്ചു വെക്കാതെ കണ്ട് കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നല്ല ആരോഗ്യത്തോടെയും നമുക്ക് ഈ വർഷം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്.
എന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എപ്പോഴെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനും അത് കഴിക്കാനും കൂടിയുള്ള ഒരു മനസ്സ് കാണിക്കണം. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് കഴിക്കാനുള്ള ഒരു സമയവും കൂടി നമ്മൾ കണ്ടെത്തിയാൽ അതിൽ നമുക്ക് കുഴപ്പം കൂടാതെ ആരോഗ്യ മേഖലയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്നത് സന്താന യോഗം, അതുപോലെ വാഹന ലാഭം, ഇതെല്ലാം ഈ വർഷം നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തപ്പെടാനും അത് നമ്മളിലേക്ക് വന്നു ചേരുന്നതിനും ഉള്ള സാധ്യത ഏറിയ വർഷമാണ്. കൂടുതലായിട്ട് നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും കൂടുതൽ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടത്ര രീതിയിൽ അതിൻ്റെ റിസൾട്ട് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സത്സംഗം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക, ദേവിയമ്മയ്ക്ക് വഴിപാട് നടത്തുക, ഇതൊക്കെ നമുക്ക് ഗുണപരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യും. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന് നേദ്യം എന്തെങ്കിലും നമ്മൾ പറയില്ലേ നേദ്യമായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ദുരിത ഫലങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ കടന്നു വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അകൽച്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. ഇടയ്ക്ക് നമുക്ക് ദേഷ്യമൊക്കെ ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. വിവാഹമൊക്കെ താമസിച്ചിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. ദാമ്പത്യ കാര്യങ്ങളിലും ചെറിയ വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ വേണമെങ്കിലും കുഴപ്പമില്ലാതെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അധികം ആരോടും നമ്മൾ ഉടക്കാൻ നിൽക്കാതെ കണ്ട് വലിയ സഹായം അനുസരിച്ച് പോയി ഒപ്പിട്ട് ജാമ്യം നിന്നൊന്നും പണി മേടിച്ച് കെട്ടാതെ കുറച്ച് ശ്രദ്ധയോടും കരുതലോടും കൂടി അവനവൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തി അവനവൻ്റെ വിജയ നേട്ടങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിലും അല്ലെ തൊഴിലിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനുവേണ്ടി ഒരത്യധ്വാനം ചെയ്താൽ ഉറപ്പായിട്ടും വിജയങ്ങൾ മാത്രം നേടിയെടുക്കാവുന്ന ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമുക്ക് വിജയങ്ങൾ മാത്രം മതിയോ, പരാജയങ്ങൾ വേണ്ടേ? പരാജയങ്ങളൊക്കെ ഇതിനിടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇച്ചിരി ഓവർകം ചെയ്യണം, ഇച്ചിരി കഠിനാധ്വാനം തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോർമലി അതിനിടയ്ക്ക് നമ്മൾ കരസ്ഥാക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള മനോബലം നേടിയെടുക്കുക, പ്രാർത്ഥനകൾ ഊർജിതമാക്കുക, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ സത്സംഗങ്ങളിലൊക്കെ കൂടുതൽ പങ്കെടുക്കുക. കാരണം നമ്മുടെ മൈൻഡിനെ ഏകാഗ്രമാക്കുന്നതിനും മനോബലത്തിനും ധൈര്യത്തിനും അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഗുണത്തെ പ്രദാനം ചെയ്യും കേട്ടോ. അതുപോലെ എക്സസൈസ്, യോഗ, മെഡിറ്റേഷന്, കൃത്യസമയത്തുള്ള ഉറക്കം, കൃത്യസമയത്തുള്ള ഭക്ഷണം, ഇതൊക്കെ ഒരു ശീലമാക്കുക തന്നെ വേണം. അപ്പോൾ തന്നെ നമ്മുടെ കുറേ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറി അങ്ങ് പൊക്കോളും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. കാരണം ബാക്കി നമുക്കൊന്നും ആവശ്യമില്ലെന്നല്ല, ആവശ്യമാണ്. എങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഹെൽത്തിന് തന്നെ നമ്മൾ കൊടുക്കുക. ആരോഗ്യമൊക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം പുറകെ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി നല്ല മനോബലമുള്ളവരാക്കി നല്ല എന്തൊരു കാര്യത്തെയും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാൻ പഠിക്കുന്ന രീതിയിൽ നമ്മൾ നേടിയെടുത്ത് വന്നാൽ നമുക്ക് ഈ വർഷം നല്ല വിജയ സാധ്യതകൾ മാത്രമാണ് ലഭിക്കുള്ളൂ. അതായത് നല്ല ഗുണഫലങ്ങളാണ് കേട്ടോ, കുഴപ്പമില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ വഴിപാടുകളും പ്രാർത്ഥനകളും അല്ലെങ്കിൽ മനസ്സിന് ഒരു മനോബലമൊക്കെ കൊടുത്ത് നമുക്കിതിനെല്ലാം ഓവർകം ചെയ്യാനും സാധിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മയുണ്ടാവട്ടെ, അല്ലേ? ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവട്ടെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.